അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആഘോഷമായി തന്നെ നടന്നു. പക്ഷേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങായാലും ഇനി ഇലക്ഷൻ തെരഞ്ഞെടുപ്പായാലും വ്യാജ പ്രചരണങ്ങളില്ലാതെ സംഘപരിവാറുകാർക്ക് ഒരാഘോഷവുമില്ല. ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും നിരവധി വ്യാജ പ്രചരണങ്ങൾക്ക് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജ പ്രചരണം ഒരു വൃദ്ധയായ സ്ത്രീയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു. ചെരുപ്പുകൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ത്രീ 51 ലക്ഷം രൂപ രാമക്ഷേത്രത്തിന് സംഭാവന ചെയ്ത ഒരു ഭക്തയാണ് എന്ന നിലയിൽ ഒരു പ്രചരണത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. കേരളത്തിലും ചില സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ ചിത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ അതിൻ്റെ വസ്തുത ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കിൽ പുറത്തു വന്നിട്ടുണ്ട്. അവർ 70-കാരിയായ മധ്യപ്രദേശ് സ്വദേശിയായ ഫൂൽവതി എന്ന സ്ത്രീയാണ്. അവർ രാമക്ഷേത്രത്തിന് 1 രൂപ പോലും സംഭാവന നൽകിയിട്ടില്ല. പകരം ഈ ചിത്രം തന്നെ 2017 മെയ് 26 ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചതാണ്. അത് പ്രസിദ്ധീകരിക്കാനുണ്ടായ സാഹചര്യം, ഭർത്താവിൻ്റെ മരണശേഷം മധ്യപ്രദേശ് സ്വദേശിയായ ഈ ഫൂൽവതി എന്ന സ്ത്രീ ഉത്തർപ്രദേശിലെ വൃന്ദാവനിലേക്ക് എത്തുകയും ആ വൃന്ദാവനിലെ ഒരു ക്ഷേത്രത്തിന് ഗോശാല നിർമ്മിക്കാൻ തൻ്റെ ജീവിത സമ്പാദ്യമായ 40 ലക്ഷം രൂപ സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. ആ സംഭാവന ചെയ്ത സ്ത്രീയുടെ ചിത്രമാണ് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്. ആ 2017 ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിന് 50 ലക്ഷം രൂപ സംഭാവന ചെയ്ത ഭക്ത എന്ന നിലയിൽ പ്രചരണം നടക്കുന്നത്. അപ്പോൾ സംഘപരിവാറുകാരുടെ ആ വ്യാജ പ്രചരണവും പൊളി. രണ്ടാമത്തെ വ്യാജ പ്രചരണം രാമക്ഷേത്രത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ചിത്രം ഉപയോഗിച്ചുമാണ്. രാമക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നു എന്ന നിലയിൽ ഒരു ചിത്രം സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അത് ശരിക്കും മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഒരു ഗണപതി ക്ഷേത്രത്തിലെ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ ചിത്രമായിരുന്നു. ഇനി മറ്റൊരു വ്യാജ പ്രചരണത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചത് ബുർജ് ഖലീഫയുമായി ബന്ധപ്പെട്ടാണ്. ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ പൂർണ്ണകായ ചിത്രവും അതോടൊപ്പം ജയ് ശ്രീറാം എന്ന വാചകവും പ്രദർശിപ്പിച്ചു എന്ന നിലയിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു വ്യാജ ചിത്രം മാത്രം. ബുർജ് ഖലീഫയിൽ സ്ഥിരമായി സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ശ്രീരാമന്റെ ചിത്രമോ ജയ് ശ്രീറാം എന്ന വാചകമോ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചിട്ടേയില്ല. അപ്പോൾ ആ വ്യാജ പ്രചരണവും പൊളി. ഇനി മറ്റൊരു വ്യാജ പ്രചരണത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചത് സഖാവ് EMS കുറിച്ചുള്ളതായിരുന്നു. സഖാവ് EMS ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന നിലയിൽ മാതൃഭൂമി പണ്ട് നൽകിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആയുധമായി സംഘപരിവാറുകാർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ EMS ദേശാഭിമാനിയിലൂടെ ആ പ്രസ്താവന തെറ്റാണെന്നും അങ്ങനെ ഒരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് അന്നത്തെ ആ പത്ര കട്ടിങ് ഉപയോഗിച്ച് EMSന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചിരിക്കുന്നു എന്ന നിലയിലായിരുന്നു സംഘപരിവാറുകാർ പ്രചരണം നടത്തിയത്. എന്തായാലും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വീണ്ടും ആ EMSന്റെ വിശദീകരണം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചതോടെ ആ വ്യാജ പ്രചരണവും പൊളിഞ്ഞു. അങ്ങനെ വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടന്നു ഈ പറയുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ചരിത്രമുണ്ട്. അത് ബാബറി മസ്ജിദിൻ്റെയാണ്. ബാബറി മസ്ജിദ് എന്ന 16-ാം നൂറ്റാണ്ടിലെ പള്ളി 1992 ഡിസംബർ 6 തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ അവരുടെ ജൈത്രയാത്ര തുടങ്ങുന്നത്. ആ ഹിന്ദുത്വവാദികളുടെ ബാബറി മസ്ജിദ് തകർക്കലിൻ്റെ ഭാഗമായി ഇന്ത്യ ഒട്ടാകെ നടന്ന വർഗീയ കലാപങ്ങളിൽ 2000-ലേറെ മനുഷ്യർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് ആ ചരിത്രമെല്ലാം തമസ്കരിച്ചുകൊണ്ട് ചിലർ രാമക്ഷേത്രത്തിന് കൈയടിക്കാനും രാമക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കാനും പോകുമ്പോൾ അവർ വിസ്മരിക്കുന്നത് ചരിത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാരുടെ വ്യാജ പ്രചരണങ്ങൾ
പലതും ഇപ്പോൾ പൊളിഞ്ഞു വീണിട്ടുണ്ട്. എന്തായാലും ഇനിയും സംഘപരിവാറുകാരുടെ വ്യാജ പ്രചരണം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും സംഘപരിവാറുകാർ ഈ വ്യാജ പ്രചരണം അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലം അടുത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വ്യാജ പ്രചരണങ്ങളുമായി സംഘപരിവാർ രംഗത്ത് വരുന്ന കാലമാണ് ഇനി വരുന്നത്.